ഹലോ, അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുറേ നാളുകളായി വ്ളോഗ് വീഡിയോസൊക്കെ ചെയ്യൽ ഭയങ്കര കുറവാണ്. ഒന്നല്ല, കുറേ ഓരോ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് പേഴ്സണലി, ഫിസിക്കലി അങ്ങനെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. മുഴുവനായിട്ടുള്ള എൻ്റെ ഒരു ഡേ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു മോർണിംഗ് കാര്യങ്ങൾ, അതായത് ക്ലീനിങ്, കുക്കിംഗ്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനത്തെ ഒക്കെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഇന്ന് എനിക്ക് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഡേ തന്നെ കേട്ടോ. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, വ്ളോഗായിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസൊന്നും ചെയ്യാത്തതെന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ആക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാറാട്ടോ പതിവ്. എനിക്കൊരു ഗ്ലാസ് വെള്ളം, അത് കുടിച്ചിട്ടില്ലെങ്കിൽ എന്തോ ഒരു പോലാണ്. അപ്പോൾ വെള്ളം കുടിക്കാറാണ് പതിവ്. ഇന്ന് ഇസുമോൾ എന്താണെന്ന് അറിയില്ല, ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇസുമോളും എൻ്റെ കൂടെ തന്നെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവേ അവൾ എണീക്കാൻ ഇച്ചിരി ലേറ്റ് ആവാറാണ് പതിവ്. അപ്പോൾ ഇന്ന് നേരത്തെ ആൾ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഓള് ഹലോ ഗൈസ് എന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതാണ് കേട്ടോ. രാവിലെ തന്നെ പിന്നെ നമുക്ക് കോഴിമുട്ട വെച്ച് ചായ കുടിക്കാറാണ് പതിവ് ഇവിടെ. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ ഇവിടെ ഹസ്സിൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ അതാ പതിവ്. രാവിലെ തന്നെ ഒരു ചായയും ഒരു പുഴുങ്ങിയ മുട്ടയും അത് വെച്ചിട്ടാണ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുകയാണ്. അതിൻ്റെ ഇച്ചിരി ചായയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കിച്ചണിൽ നല്ല വെളിച്ചടിക്കും കേട്ടോ. എത്ര ഇരുട്ടാവാനായിട്ടുണ്ടെങ്കിലും നല്ലതുപോലെ വെളിച്ചടിക്കും. കാരണം ഹാഫ് ഗ്രില്ല് മാതിരിയാണ്, ഹാഫ് അങ്ങോട്ട് ഗ്രില്ലാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചമൊക്കെ ഉണ്ടാവും. ലൈറ്റിൻ്റെ ഒരു ആവശ്യമേ ഇവിടെ വരുന്നില്ല. നന്നായിട്ട് നല്ല വെളിച്ചവും നല്ല കാറ്റും ഒക്കെ ഈ ഒരു കിച്ചണിലേക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. പാല് തീർന്നു പോയ കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പാലില്ല. അപ്പോൾ ഞാനെന്തായാലും കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇച്ചിരി കട്ടൻ ചായ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇസമോക്ക് പിന്നെ പഞ്ചസാര ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിൽ കിട്ടണം. അപ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ വേറെ ഒന്നിനും അനുവദിക്കില്ല. അപ്പോൾ ഞാനിത് ചായൻ്റെ വെള്ളം തിളച്ച് വരുന്നത് കണ്ടപ്പോൾ ഇച്ചിരി ചായപ്പൊടി ഇട്ടിട്ട്, ഈ ചായപ്പൊടിക്ക് നല്ല കടുപ്പുണ്ട് കേട്ടോ. ഇതൊരു പുതിയ ചായപ്പൊടി വാങ്ങിച്ചതായിരുന്നു, ലുലുന്ന് വാങ്ങിച്ച കേട്ടോ. നല്ല കടുപ്പുള്ള ചായപ്പൊടി, എപ്പോൾ കാച്ചിയാലും ചായപ്പൊടി നന്നായിട്ട് കുത്തും. അപ്പോൾ ഞാനിന്ന് പേടിച്ചിട്ട് ഇച്ചിരി ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ്. എന്നാലും ഈ ഒരു പാകത്തിന് തന്നെ കേട്ടോ നമുക്ക് ചായയൊക്കെ ഇഷ്ടം. കൂടുതൽ കടുപ്പൊന്നും ഇഷ്ടമല്ല. അങ്ങനെ കോഴിമുട്ട ആയിട്ടുണ്ട് കേട്ടോ. ഇത് സത്യം പറയുകയാണെങ്കിൽ ഉരിച്ച് നോക്കുമ്പോഴാണ് ഇത് ഹാഫായിട്ട് കുക്കായിട്ടേ ഉള്ളൂ എന്ന് മനസ്സിലായത് കേട്ടോ. എനിക്ക് ഈ ഒരു ഹാഫ് കുക്കഡായിട്ടുള്ള എഗ്ഗ് കഴിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ എൻ്റെ ഇസമോൾ കഴിക്കത്തില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ കാർട്ടൂണ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് തലേന്നേ ദോശക്കുള്ള അരപ്പൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് രാവിലത്തേക്ക് ദോശ ആക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇനി ദോശ ഒന്ന് ചുട്ടെടുക്കണം. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് നന്നായിട്ട് ജലദോഷം ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ കരകരാന്നുള്ള ഒരു ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇത് ഇച്ചിരി ദോശ മാത്രമേ ഞാൻ ചുട്ടെടുക്കുന്നുള്ളൂ, എനിക്കും ഇസമോക്കും പിന്നെ എൻ്റെ ഇക്കാക്കും. അങ്ങനെ ഇച്ചിരി ദോശ ചുട്ടെടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് പ്രത്യേകമായിട്ട് കറിയോ ചട്നിയോ ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. തലേന്ന് രാത്രിയത്തെ മുളകിട്ട മീൻ കറി ഉണ്ട് ബാക്കി. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇപ്പോൾ ദോശയൊക്കെ എടുക്കുന്നത് കേട്ടോ. വേറെ കറിയൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. വേഗം പണികളൊക്കെ കഴിച്ചിട്ട് മെല്ലെ സ്കൂട്ടാവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അത് ദോശയൊക്കെ ഏകദേശം ചുട്ടൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള ഒരു പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസുബേബിക്ക് തിന്നാൻ കൊടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. അതെല്ലാവർക്കും അറിയാം. മക്കൾ തിന്നാൽ ഭയങ്കര പ്രയാസമായിരിക്കും. എൻ്റെ ഇസുബേബി 4-5 പ്രാവശ്യം വായിലിട്ട് കൊടുത്തത് ഇങ്ങനെ തുപ്പാട്ടോ ചെയ്തത്. പിന്നാണ് അവൾ തിന്നാൻ തുടങ്ങിയത്. അങ്ങനെ അവൾക്ക് ദോശ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്.
അങ്ങനെ ദേ ദോശയൊക്കെ ഇട്ട് മീൻ കറി ഒഴിച്ച് തിന്നാനൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ എങ്ങനെ വന്നാലും നമ്മുടെ ദോശയ്ക്ക് ഒന്നെങ്കിൽ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ഇതൊക്കെ വെച്ച് കഴിക്കുമ്പോഴാണ് ദോശൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ടേക്ക് നന്നായിട്ട് കിട്ടുക. എനിക്ക് മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ വലിയ എന്താ പറയുക വലിയ ലൈക്കായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് പോകണം, പണികളൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണം. അതുകൊണ്ട് മാത്രമാണ് വേറെ ഒരു പണിക്ക് നിൽക്കാത്തത്. അപ്പോൾ അത് ബാക്കി ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങും കേട്ടോ. ഞാൻ ഈസക്ക് ടി വിയിൽ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ ബാക്കി കലാപരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ടാബിളൊക്കെ നന്നായിട്ട് തുടച്ചിട്ടാണ് പിന്നെ ഞാൻ വീട് മൊത്തം ഒന്ന് അടിച്ചു വാരാനായിട്ട് നിന്നത്. തലേന്ന് ഞാൻ വീട് മൊത്തമായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. വലിയ ചളിയോ ഒന്നുമില്ല, ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ ചളിയോ കാര്യമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നരാടം വെച്ചിട്ടാണ് ഇപ്പോൾ തുടയ്ക്കാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വാഷ് ബേസ് കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കഴുകുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ ചെറിയ പണികളൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് മാത്രം വേഗം വേഗം പരിപാടികൾ കഴിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം മുറ്റടിച്ച് വരാനായിട്ടുണ്ട്. ബാക്കിലൊരു പ്ലാവിൻ്റെ ഒരു മരമുണ്ട്. അപ്പോൾ അവിടെ അതുള്ളത് കൊണ്ട് നന്നായിട്ട് അതിൽ ഇങ്ങനെ തൊഴിഞ്ഞ് കിടക്കും. അപ്പോൾ ഡെയിലി അടിച്ചു വാരില്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കാട്ടം നിറഞ്ഞ് എടുക്കുന്ന മാറ്റൊരു ഫീലാണ്. ഒരു ദോശ കഴിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും ഫ്രൂട്ട്സോ പഴമോ എന്തെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഇതും കഴിച്ചിട്ട് ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, പോവണം. അതാണ് അടുത്തത്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഫിനിഷ് ആക്കാൻ വേണ്ടി പോവാണ്. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ഇസമോളെ കുളിപ്പിക്കാനും ഇതാക്കാനും ഒക്കെ. അപ്പോൾ എൻ്റെ കോലാണെങ്കിൽ ആകെ വേർത്ത് മുഷിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഒന്നാകെ. അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആവണം, ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചിട്ട് ഞാൻ ഫ്രഷ് ആവാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഈ ഒരു മോർണിംഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി കുളിക്കുക, ഫ്രഷ് ആവുക, പോവാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്യാം. അപ്പോൾ ടാറ്റാ.